ഒരു 1 ഇയർ ഗ്യാപ്പിലാണ് ഷൂട്ട് ചെയ്ത് സബ്ജക്റ്റ് അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇവര്. ഞാൻ ഒരു കാലഘട്ടത്തിലേ ഉള്ളൂ, പക്ഷെ ഇവര് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. മറ്റേ ആള് കുറച്ച് ചബ്ബിയായിരിക്കണം എന്ന് പറയുമ്പോൾ പിന്നെ താടി രാഹുലാടിന് താടി ആദ്യം ഫസ്റ്റ് കാലഘട്ടത്തിൽ താടിയില്ല. അപ്പൊ രണ്ടാമത്തെ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയായാലും ഒരു സിനിമയിൽ വെപ്പ് താടി വെക്കുന്ന സമയത്ത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ഒറിജിനൽ ഇപ്പൊ താടി വളർത്തണമെങ്കിൽ ആ ഒരു ടൈം നമുക്ക് എന്തായാലും ആവശ്യമാണ്. പഴയതും പുതിയതും നമുക്ക് ഡിഫറൻസ് മനസ്സിലാക്കണമല്ലോ. അപ്പൊ അങ്ങനെ 2 കാലഘട്ടം നമ്മൾ ഈ മൂവിയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരാണല്ലോ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളത്. അപ്പൊ സാധാരണഗതിയിൽ ഈ മലയാള സിനിമയിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ക്ലീഷകളുണ്ട്. അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നത് നായകനായിരിക്കും. അതുപോലെ ഈ നായകന്റെ കൂടെയുള്ള ആളുകൾ അധികവും തരുന്നത് അല്ലെങ്കിൽ പറയുന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തലുകളെല്ലാം തന്നെ മണ്ടത്തരായിരിക്കും. അത് പൊളിക്കുക എന്നുള്ളതായിരിക്കും നായകൻ്റെ ഒരു ഹീറോയിസം. അല്ലെങ്കിൽ പലപ്പോഴും ഈ ഈഗോ വാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ഒരു ലേഡി അതോറിറ്റി ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ ഒരു ഓഫീസറോ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ക്ലീഷകളുണ്ട്. കേസ് ഡയറി അങ്ങനത്തെ ക്ലീഷകളൊക്കെ മാറ്റി മറിക്കാൻ വേണ്ടി എത്രമാത്രം ശ്രമിച്ചിട്ടുണ്ട്? ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം നമ്മുടെ ഇതിൽ എന്റെ നായികയായിട്ട് സാക്ഷി കർവാണ് ഡസ്റ്റി സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത് 2 കേസ് ഡയറി. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിജയരാഘവനും ഗോകുൽജിയാണ്. കാരണം ഞാൻ ഇവരെ പൊളിക്കാൻ നിൽക്കില്ല, എനിക്കൊരു സാധനം കണ്ടെത്തണം. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവരുടെ വഴികളിലൂടെ ഞാൻ പോവുക. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ ഫാദറായിട്ട് വിജയരാഘവൻ ചേട്ടൻ. കാരണം വേറെ നാട്ടിൽ വന്നിട്ട് ആ നാട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു ഹീറോ ആണോ എന്നാണ് ചോദിച്ചത് അല്ലേ? അങ്ങനെയല്ല. അദ്ദേഹം നാട്ടിൽ വന്നിട്ട് എന്നോടും, ഞാൻ ഓൾറെഡി അവിടെ ഒരു എസ് ഐ ആണ് ആ സ്റ്റേഷനിൽ. അപ്പൊ ഇദ്ദേഹം വന്നിട്ട് എന്നോട് ചോദിക്കണം, ബ്ലാഡി അതെങ്ങനെയായിരിക്കും? ഞാൻ സാറേ അതിന്റെ പരിപാടി ഇങ്ങനെയായിരുന്നു, അവരങ്ങനെയായിരുന്നു. ഓക്കെ ശരി. അങ്ങനെയുള്ള ഇൻഫർമേഷൻസും പിന്നെ കുട്ടേട്ടന്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ സ്ഥിരം ഒരു ക്ലിഷ, അതിന്റെ വലിയ ഷെയ്ഡൊന്നും ഈ ക്യാരക്ടറിന് ഇല്ല. സ്ഥിരം എല്ലാം അറിയുന്ന ഒരു നായകൻ എന്നൊരു ഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഈ ക്യാരക്ടറിന് ഒരുപാടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂണിഫോം ഇട്ട് അഭിനയിക്കുന്ന സിനിമ. ഗൗൽജിയൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് യൂണിഫോം ചെയ്തത്, പക്ഷെ പുള്ളിക്ക് ഇത് കിട്ടി. ഞാൻ കോൺസ്റ്റബിളും ഒക്കെ ആയിരുന്നു. ഈ പടത്തിലാണ് അതൊരു ഈഗോ ബൂസ്റ്റ് ആണോ? ആദ്യം അധികം കോൺസ്റ്റബിൾ ആയിരുന്നു, ഇപ്പൊ ഒരു എസ് ഐ ആയിരുന്നു. അതിന് സ്വയം വളർച്ചയായിട്ടൊക്കെ ആ ക്യാരക്ടറിന് അങ്ങനത്തെ ഒരാള് മതി, അപ്പൊ എന്നെ കാസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ കോൺസ്റ്റബിൾമാര് നായകന്മാരായിട്ടുള്ള ക്യാരക്ടറുള്ള സിനിമകൾ അപ്പൊ അതിനകത്ത് എസ് ഐ ആയിട്ട് അഭിനയിക്കണ ആക്ടർക്ക് ഈഗോ ഉണ്ടാവണല്ലോ. ഞാനാണ് എസ് ഐ, പക്ഷെ അവനാണ് ഹീറോ തോന്നല്ല. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ തോന്നണമെന്നില്ലല്ലോ. ഓക്കെ, ഞാൻ നിങ്ങളെ പെട്ടെന്നൊരു അന്വേഷണമൊക്കെ ബന്ധപ്പെട്ട ഒരു ഗെയിമിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അത് വളരെ എളുപ്പമാണത്. അത് ഒരേ ത്രെഡുള്ള, എളുപ്പമാണെന്ന് ഞങ്ങളല്ലേ പറയുന്നത്, നിനക്കാൻ്റെ ഉത്തരം അറിയാവുന്നതുകൊണ്ട് അവർ എളുപ്പമാണ്. ഒരേ ത്രെഡുള്ള 2 സിനിമകളുടെ 1 ലൈനേഴ്സ് ഞാൻ പറയും. ആ 2 സിനിമകൾ ഏതാണെന്ന് പറയുകയാണ് വേണ്ടത്. ഒരേ ത്രെഡല്ല, ഒരു കോമൺ എലമെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ ലിങ്ക് ഓഫ് ദ ലിങ്ക് എന്നാണ് ഗെയിമിന്റെ പേര്. അപ്പൊ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം 2 സിനിമകളുടെ 1 ലൈനേഴ്സ് ഞാൻ അടുപ്പിച്ച് പറയും. ഇത് ട്രയലാണ്. ഒരു നാട്ടിൽ ഒരാൾ പുലിയെ പിടിക്കാൻ വരുന്നു. അയാൾ പുലിയേക്കാൾ പ്രശ്നക്കാരനാവുന്നു. സ്വന്തം അച്ഛനെ കൊന്ന പുലിയെ കൊല്ലാൻ വേണ്ടി പുലിവേട്ടക്കാരനാവുന്ന നായകൻ. അല്ല, ഇത് 2 സിനിമകളാണ്. പുലിമുരുകനും മൃഗയാണ്. ഇതാണ് നമ്മുടെ ഒരു മീറ്റർ, മനസ്സിലായോ? ശിഖർ ശംഭു ഒക്കെയാണ്. ഓക്കെ, എനിക്ക് വന്ന് ശിഖർ ശംഭു അല്ല, ഞാനത് പുലിയെ പിടിക്കാൻ പുലിയേക്കാൾ പ്രശ്നക്കാരനാവുന്നു, അത് മൃഗയാണ്. അല്ല, ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പൊ ഇതിൽ പുലിയാണ് കോമൺ ആയിട്ടുള്ള എലമെന്റ്. അതുപോലെ ഇനി വരുന്നതിലൊക്കെ ഉണ്ടാവും. ഓക്കെ, തുടങ്ങാം നമുക്ക്. ഓക്കെ, ആദ്യം നിങ്ങളായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാം. നിഴല് നോക്കി പ്രതിയെ പിടിക്കുന്ന വക്കീൽ, മെഡിക്കൽ സീറ്റിന് വേണ്ടി നായികയെ കൊല്ലുന്ന വില്ലനായ വക്കീൽ. പ്രതിയെ സുരേഷ് ഗോപി സാറിന്റെ പടം അല്ലല്ല, മമ്മൂക്കയുടെ പടം. മറ്റേതാണോ? സുമലത, മമ്മൂട്ടി വേണം. നിഴല് നോക്കിയിട്ടാണ് വക്കീൽ.
മെഡിക്കൽ സീറ്റിന് വേണ്ടി നായികയെ കൊല്ലുന്ന വില്ലനായ വക്കീൽ, അത് സുരേഷ് ചേട്ടൻ്റെ പടമാണ്, സുരേഷ് ഗോപിയുടെ പടമാണ്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല യെസ്, ഒരു പടം ചിന്താമണി കൊലക്കേസാണ്. മെഡിക്കൽ സീറ്റിന് വേണ്ടി നിഴല് നോക്കി. അതെ, അത് ചിന്താമണി കൊലക്കേസ്. ഞാൻ പറഞ്ഞു രണ്ട് ത്രെഡ് ഉണ്ട്, 2 പടമുണ്ട്. രണ്ടും പറയാം. 2 പടമുണ്ട്. ഒരെണ്ണം ചിന്താമണി കൊലക്കേസാണ്, മറ്റേ സിനിമ അതാണ്. നിഴല് നോക്കി പ്രതിയെ പിടിക്കുന്ന വക്കീൽ. കേസ് തെളിയിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ ഈ സിനിമയുടെ പേര് കോമൺ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, അതിന്റെ രണ്ടിനും പേര് പറയും. മഞ്ഞക്കാറ് കോറിയിൽ ഒളിപ്പിക്കുന്ന നായകൻ, KSRTC ബസ് ഭൂമിയുടെ അടിയിൽ ഒളിപ്പിക്കുന്ന നായകൻ. ദൃശ്യം KSRTC ബസ് ഭൂമിക്കടിയിൽ ഒളിപ്പിക്കുന്ന നായകൻ. അഷ്കർ ഒന്ന് പറഞ്ഞു കേക്കട്ടെ. ജയസൂര്യ സൂപ്പർ സ്റ്റാറുകളുടെ പടമല്ല. സൂപ്പർ സ്റ്റാർ അല്ല, സോക്കോൺ സൂപ്പർ സ്റ്റാറുകളുടെ പടമല്ല, എയർലൈൻ സൂപ്പർ സ്റ്റാറുകളുടെ പടമല്ല. ഓർഡിനറി ഒന്നുമല്ല. ജയസൂര്യയുടെ പടമാണ്. ജയസൂര്യയുടെ പടമാണ്. എനിക്ക് സാധനം കിട്ടി, മറ്റേ വലിയ ഇത് പുണ്യാളന്റെ സെക്കൻഡ് പാർട്ട് അല്ല, മറ്റേ സഖിയെ എന്ന് പറഞ്ഞ പാട്ടുള്ള പടം. വിജയ് ബാബു പ്രൊഡ്യൂസ് ചെയ്ത സാമൂഹ്യ വില്ലനായ പടം. അതെ, മറ്റേ ശ്രേയ അല്ല, മറ്റേ തമിഴിലെ മറ്റേ കൊന്ത്രംപല്ലിയുള്ള മറ്റേ അയ്യോ, ഈ സിനിമ കൺകളിറിന്റെ തൃശ്ശൂർ പടമല്ലേ? തൃശ്ശൂർ പൂരം. ഓക്കെ, അടുത്തത് സ്വാതി. കൊന്ത്രംപല്ലി ബോഡി ഷേമിങ് അല്ല, കൊന്ത്രംപല്ലി നല്ലതാണ്. അങ്ങനെ ഇടംപല്ലെന്നല്ലേ നമ്മള് പല സ്ഥലത്ത് പല രക്ഷപ്പെടുത്താൻ വേണമെങ്കിൽ തൃശ്ശൂരുണ്ട്, അവരൊക്കെ പറയണത് കൊന്ത്രംപല്ലി. അത് കളിയാക്കി പറയലല്ല, അല്ല, അത് നല്ല ഫീച്ചറാണ്. നല്ല ഫീച്ചറാ അത്. നല്ല ഫീച്ചറാ, നല്ല രസം ചിരിക്കണൊക്കെ കാണാൻ. ബൈബിൾ വചനം ദേഹത്ത് വരയുന്ന വില്ലൻ, ബൈബിൾ വചനം വെച്ച് നായികയെ പ്രൊപ്പോസ് ചെയ്യുന്ന നായകൻ. ബൈബിൾ വചനം വെച്ച് നായികയെ പ്രൊപ്പോസ് ചെയ്യുന്ന നായകൻ. അല്ല, ബൈബിൾ വചനം. ഏതാ ബൈബിൾ വചനം? വചനം പറഞ്ഞാ മതിയാ. സോങ് ഓഫ് സോളമൻസ്. ഭയങ്കര ഫേമസ് ആയ ഒരു പടമാണ്, ഐക്കോണിക് സിനിമയാണ്. ഒന്ന് മെമ്മറീസ്, പാത്ത് ബ്രേക്കിംഗ് സിനിമയാണ്. 80s സിനിമ ഇറങ്ങുന്നത്. പക്ഷെ ആ സിനിമ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ഈ ഡയലോഗ് എന്തായാലും അറിയാം. പറഞ്ഞു കഴിഞ്ഞാൽ പടം പെട്ടെന്ന് കിട്ടുക. ബൈബിളിലെ ഒരു വചനം വെച്ചാണ് അയാൾ പ്രപ്പോസ് ചെയ്യുന്നത് നായിക ഓൾറെഡി അങ്ങനെ ഫ്ലാറ്റഡ് ആയിരിക്കും, പക്ഷെ ഈ വചനം കൂടി ആകുമ്പോൾ നിങ്ങൾ സെറ്റ് ആവും. നമുക്ക് യെസ്